ഇപ്പോഴും നേരിടുന്നത് വലിയ അവഗണനയാണ്. 150 കുടുംബങ്ങളാണ് ദുരന്തത്തിന്റെ ഇരകൾ. 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിലാണ് വിലങ്ങാട് അടിച്ചിപ്പാറ ഗ്രാമം നാമാവശേഷമായത്. അതിതീവ്ര മഴയിൽ ചെങ്കുത്തായ മലഞ്ചെരിവിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഇരകളായത് 150 കുടുംബങ്ങൾ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനെത്തിയ കുളത്തിങ്കൽ മത്തായിക്ക് ജീവൻ നഷ്ടമായി. പാറക്കല്ലുകൾ മലമുകളിൽ നിന്ന് പതിക്കുന്നതിന്റെ ശബ്ദം കേട്ട് ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീട് തകർന്നവരിൽ 31 പേർക്ക് മാത്രമാണ് വീട് നിർമ്മാണത്തിന് സഹായധനം ലഭിച്ചത്. ദുരിതത്തിന് ഇരയായ 35 പേരെ കൂടി ചേർത്ത് ധനസഹായത്തിനുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 12 കടകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു. ഇവർക്കും നഷ്ടപരിഹാരം ലഭിച്ചില്ല. പൂർണ്ണമായിട്ട് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട 31 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകി എന്നതൊഴിച്ചാൽ മറ്റൊരു സഹായവും ഈ പ്രദേശത്ത് ലഭിച്ചിട്ടില്ല. ബാക്കി 120ഓളം കുടുംബങ്ങളെ സർക്കാർ സഹായിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് ആളുകൾ വാടകയ്ക്ക് മാറി താമസിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് 5 മാസത്തേക്കെങ്കിലും വാടക അനുവദിക്കണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൃഷിയും നഷ്ടപ്പെട്ടു, അവരുടെ വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. വലിയ പാറകളും മറ്റ് അവശിഷ്ടങ്ങളും നിറഞ്ഞ് കൃഷിഭൂമികളും ഉപയോഗശൂന്യമായി. വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച 6 മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇടയ്ക്കിടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പായി ഉപയോഗിക്കാൻ 100 പേരെ ഉൾക്കൊള്ളാവുന്ന ഷെൽട്ടർ നിർമ്മിക്കുമെന്ന വാഗ്ദാനവും എങ്ങുമെത്തിയില്ല. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.